വയനാട് ജില്ലയിൽ ഇടവിട്ട ശക്തമായ മഴ തുടരുന്നു. സുൽത്താൻ ബത്തേരി താലൂക്കിലെ കല്ലൂർ പുഴ കരകവിഞ്ഞു. പുഴങ്കുനി ഉന്നതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. റോഡൊക്കെ മുങ്ങി. അവിടെ വണ്ടി. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. നിലവിൽ ആശങ്കാജനകമാണോ സ്ഥിതി? മോത്തി, ഇടവിട്ട് ശക്തമായ മഴ പെയ്യുകയാണ് വയനാട് ജില്ലയിൽ. പ്രത്യേകിച്ചും മേപ്പാടി, സുൽത്താൻ ബത്തേരി പ്രദേശങ്ങളിലൊക്കെ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ജില്ലയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കല്ലൂർ ഉന്നതിയിലാണ് കുറച്ച് കുടുംബങ്ങൾ 8 പേരെയാണ് ഇപ്പോൾ അവിടെ മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. തൊട്ടടുത്തുള്ള ഒരു അംഗൻവാടിയിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പഴങ്കുളം കോളനിയിലുള്ള ഉന്നതിയിലുള്ളവരെയാണ് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ പേര് അവിടെയുള്ള മുഴുവൻ ആളുകളെയും മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. അവിടെ സ്ഥിരമായി കാലവർഷം ഉണ്ടാകുമ്പോൾ ആ രീതിയിൽ സാഹചര്യമുണ്ട്. അത്തരം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ടാകാറുണ്ട്. ഞാനിപ്പോഴുള്ളത് ഈ ചൂരൽമല ഈ പ്രദേശത്താണ്. ഇന്നലെ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും വെള്ളം കയറുകയും ഒക്കെ ചെയ്ത കഴിഞ്ഞ തവണ ദുരന്തമുണ്ടായ ഈ പ്രദേശത്താണുള്ളത്. ഇവിടെയും ഇന്നലെ രാത്രിയും ഒക്കെയായി പുലർച്ചെയും ഒക്കെയായി നല്ല മഴ ഈ പ്രദേശത്ത് മേപ്പാടി പഞ്ചായത്തിൽ പ്രത്യേകിച്ചും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രദേശത്ത് ശക്തമായ മഴ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഇവിടെയുള്ള ഈ മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ് വീണ് വലിയ വെള്ളവും ചളിയും ഒക്കെ കൂടി വന്നതോടുകൂടി ഒരു ഉരുൾപൊട്ടലുണ്ടായി എന്നുള്ള ഒരു പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. അത് തെറ്റായിരുന്നു എന്ന് പിന്നീട് അധികൃതർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തരം വ്യാജമായ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുമെന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ ഒരു പ്രശ്നം ഇന്നലെ രൂപപ്പെട്ടത് ഈ പ്രദേശത്ത് ഈ ആളുകൾ തോട്ടം തൊഴിലാളികളാണ് ഈ റെഡ് സോണായി, അതായത് ആളുകൾക്ക് ഗോ സോണും നോ ഗോ സോണുമായി ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ഈ അങ്ങാടിയും ഇതിനങ്ങോട്ടുള്ള തോട്ടം മേഖലയും ഒക്കെ നോ ഗോ സോൺ ഏരിയയാണ്, അതായത് റെഡ് സോണാണ്. അങ്ങോട്ട് ആളുകൾക്ക് പ്രവേശിക്കരുതെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്നുള്ളത് ആളുകളുടെ അതിജീവന പ്രശ്നമാണ്. അവിടെ തൊഴിലെടുക്കാതെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഇന്നലെ നമ്മൾ ഇവിടെ കണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഒരുപാട് പേരെ ഇനി മാറ്റി പാർപ്പിക്കേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടാകുമോ ഷഹീദ്? അങ്ങനെയെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ടോ? ഈ പ്രദേശത്ത് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഏകദേശം 402 കുടുംബങ്ങളെയാണ് പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നോ ഗോ സോൺ ഏരിയയിൽ പെട്ട ഈ കുടുംബങ്ങളെയാണ് പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഗോ സോൺ ഏരിയ, അതായത് ജനങ്ങൾക്ക് വാസയോഗ്യമായ ഭൂമി എന്ന് കണ്ടെത്തിയ സ്ഥലത്തുള്ള ആളുകളുണ്ട്. അവർക്ക് പുനരധിവാസ പദ്ധതിയിൽ അവർ ഉൾപ്പെടുത്തില്ല, സ്വാഭാവികമായി ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റ് സഹായങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ഈ ഉപയോഗപ്രദമായ ഭൂമി എന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ പോലുമുള്ള ആളുകൾക്ക് ഇപ്പോഴവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ് നാട്ടുകാർ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ആശങ്കയുണ്ട്. അതായത് ഈ ഇന്നലെ ഉണ്ടായ സാഹചര്യമൊക്കെ ഇനിയും ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ട്. ഒപ്പം തന്നെ അവരോട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകണമെന്ന് അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് മാറിപ്പോകാനുള്ള സംവിധാനമില്ല എന്നവർ പറയുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അവരിപ്പോൾ വാടക വീട്ടിലും മറ്റുമൊക്കെ ആയി കഴിയുകയാണ്. ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത്. അവരാണ് ഇന്നലെ പ്രതിഷേധിച്ചത്. ഒപ്പം തന്നെ ഈ തൊഴിലെടുക്കാൻ, ഈ തോട്ടമേഖലയിൽ ജോലി ചെയ്യാനും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അവർ ഇന്നലെ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. ഇന്നലെ ഈ അട്ടമല റോഡിലേക്കൊക്കെ വലിയ തോതിൽ വെള്ളം കയറിയിരുന്നു. അതുകൊണ്ട് ഇവിടെ ഉപജീവനത്തിനായി മറ്റ് ചെറിയ തോട്ടം മേഖലയിലും മറ്റ് ചെറിയ കടകളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരാണിപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നത്. ആ രീതിയിൽ വെള്ളം കയറി വീടുകൾ തകരുന്ന ആ രീതിയിലുള്ളൊരു ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം നിലവിലില്ല. പക്ഷേ അതിൻ്റെ കാരണം ഈ വാസയോഗ്യമായ ഉപയോഗപ്രദമാണെന്ന് കണ്ടെത്തിയ ഭൂമിയിൽപ്പെട്ട ആളുകൾ പോലും ഇപ്പോൾ അവിടെ താമസിക്കാതെ പലരും മാറി നിൽക്കുകയാണ്. ജീവഭയം കൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കും? അതായത് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ സാധ്യത ചുരൽമലയിലും ഒക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയിൽ കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായോ എന്നൊരു സാധ്യതയും ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്.